എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും കുറച്ചു കാലം സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു പാനിലേക്ക് ആദ്യം തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കാം. റവ ഞാനിവിടെ നേർത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോതമ്പ് പൊടി മാത്രമാകുമ്പോൾ ഒരുപാട് പൊടി പോലെ ആയിപ്പോൾ ഒരു ചെറിയ തരി കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതാദ്യം നല്ലപോലെ തന്നെ വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുത്തോളൂ. കളറൊക്കെ ചെറുതായിട്ട് മാറി വന്ന് നല്ലൊരു മണം വരും. ആ ഒരു സമയം വരെ മാത്രം വറുത്തെടുത്താൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി സെയിം പാനിൽ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി സെയിം എണ്ണയിലേക്ക് തന്നെ ഞാനിവിടെ 1/2 കപ്പ് ബദാമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബദാമും ഒന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം. അതിൻ്റെ പുറമേ ഒന്ന് പൊട്ടിയൊക്കെ വരും. ആ ഒരു സമയം വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് കളറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പാനിലെ എണ്ണയൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു തേങ്ങ ചിരകിയതും ഒന്ന് മൂപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. ഒരുപാട് കളറൊന്നും മാറ്റണ്ട. ഒന്ന് ആ വെള്ളപ്പറ്റൊക്കെ മാറ്റിയെടുത്താൽ മതി. ഈ ഒരു പലഹാരത്തിന് ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഇതുപോലെ വറുത്തെടുത്ത് യൂസ് ചെയ്യുന്നത്. അത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് 1/4 കപ്പ് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എള്ളും ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ട് പൊട്ടി വരുന്നത് വരെ മാത്രം മൂപ്പിച്ചെടുത്താൽ മതി. ഇതിന് പകരം നിങ്ങൾക്ക് കറുത്ത എള്ള് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെയും ആ ഒരു ബദാമിൻ്റെയും ചൂടൊക്കെ മാറി വന്നതിന് ശേഷം തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം വലിയ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് 1/2 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പതഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അതിൻ്റെ കൂടെ തന്നെ എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു തേങ്ങയും എള്ളും ശർക്കരയും ആദ്യം ഒന്ന് യോജിച്ച് വരുന്നത് വരെ കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയമെടുത്ത് തന്നെ മിക്സ് ചെയ്തോളൂ. നന്നായിട്ടൊന്ന് യോജിച്ച് വന്നതിന് ശേഷം വേണം നമ്മൾക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇവിടെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ചൂടൊരൽപ്പം മാറി വരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ചൂടൊരൽപ്പം മാറി വന്നതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇത് ഈസി ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാനും പറ്റും. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കയ്യിലൊന്നും എണ്ണയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും ശർക്കരയും നട്ട്സൊക്കെ ഉപയോഗിച്ചുള്ള നമ്മുടെ ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുറേ കാലം സ്റ്റോർ ചെയ്യാനും പറ്റും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.